നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവിനെയും രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബിജെപിയുടെ വിജയം ഉറപ്പിക്കാൻ അവരുടെ സാന്നിധ്യം സഹായിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അയോധ്യയിലെ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിലും ബിജെപി അടുത്തിടെ നേടിയ വിജയങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ SP നേതാവ് ശിവപാൽ യാദവ് നൽകിയ സഹകരണത്തിന് ആദിത്യനാഥ് പരിഹാസ രൂപേണ നന്ദി പറഞ്ഞു. അഖിലേഷ് യാദവിനെയും രാഹുൽ ഗാന്ധിയും പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പേരുകൾക്ക് സ്വാധീനമുണ്ട്, പപ്പുവും തപ്പുവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചാച്ചു ശിവപാൽ യാദവ് ആ പേര് തെരഞ്ഞെടുത്തത് ഒരു കാരണവുമില്ലാതെയല്ല. സംസ്ഥാന നിയമസഭയിൽ സംസാരിക്കവേ യോഗി ആദിത്യനാഥ് പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. BJP എതിർക്കുമ്പോൾ തന്നെ അവർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. BJPക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്കെതിരെ തന്നെ പോരാടാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഒരിക്കലും വികസിത രാഷ്ട്രമാകാൻ കഴിയില്ലെന്ന് SP മേധാവി അഖിലേഷ് യാദവ് പറഞ്ഞത് നിർഭാഗ്യകരമാണ്. യാദവിന്റെ അഭിപ്രായത്തിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അഖിലേഷ് യാദവിന്റെ പരാമർശങ്ങളെക്കുറിച്ചുള്ള ഒരു പത്ര റിപ്പോർട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, സ്വന്തം രാജ്യത്തോട് ഇത്രയധികം ശത്രുത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ BJPയുടെ വിജയത്തിന് ഉറപ്പായി ജനങ്ങൾ കാണുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും BJPയുടെ വിജയം ഉറപ്പാക്കുന്നു. സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് വീണ്ടും സ്ഥിരീകരിക്കുന്നു. മഹാകുംഭമേള മഹാശിവരാത്രിക്ക് ശേഷവും നീട്ടണമെന്ന പ്രതിപക്ഷ ആവശ്യവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തള്ളിക്കളഞ്ഞു. അവർ കാപട്യം കാണിക്കുകയാണെന്നും ആരോപിച്ചു. അതിനിടെ 2017 യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലായി നടന്ന ഏറ്റുമുട്ടലുകളിൽ 220-ലധികം കുറ്റവാളികൾ കൊല്ലപ്പെടുകയും 8022 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന വ്യാഴാഴ്ച പറഞ്ഞു. ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുന്നതും വ്യാപകമായ കുറ്റകൃത്യങ്ങളും മാഫിയ ഭരണവും നിറഞ്ഞതുമായ ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന് ലഭിച്ചതെന്ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ ഖന്ന പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാർ കുറ്റകൃത്യങ്ങളോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയം ആരംഭിച്ചു. സംസ്ഥാനത്തുടനീളം കുറ്റവാളികൾ, ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ പ്രവർത്തകർ എന്നിവർക്കെതിരെ സമഗ്രമായ പ്രചാരണം ആരംഭിച്ചു, അദ്ദേഹം പറഞ്ഞു. 2017 മാർച്ച് 20-നും 2025 ജനുവരി 23-നും ഇടയിൽ കുപ്രസിദ്ധ കുറ്റവാളികൾക്കെതിരായ സർക്കാർ നടപടികൾ ഗണ്യമായ ഫലം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2017 മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നടന്ന ഏറ്റുമുട്ടലുകളിൽ 221 കുറ്റവാളികൾ കൊല്ലപ്പെട്ടു. ക്രിമിനൽ ഘട്ടങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനുകളിൽ 8022 പേർക്ക് പരിക്കേറ്റു, അദ്ദേഹം പറഞ്ഞു. തിരിച്ചറിഞ്ഞ 68 മാഫിയ കുറ്റവാളികൾക്കെതിരായ കേസുകൾ സംസ്ഥാനം ഫലപ്രദമായി പിന്തുടർന്നു. 73 കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കി. ഇതിൽ 31 മാഫിയകൾക്ക് ജീവപര്യന്തം തടവോ കഠിന തടവോ പിഴയും വിധിച്ചു. 2 പേർക്ക് വധശിക്ഷയും വിധിച്ചു. UP സർക്കാരിന്റെ ബജറ്റിൽ ഗോക്കളെ സംരക്ഷിക്കുന്നതിനും പ്രത്യേക തുക വകയിരുത്തി. ധനമന്ത്രി സുരേഷ് ഖന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗ്രാമപ്രദേശങ്ങളിലെ പട്ടികജാതി, മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ ദുർബലർക്കും ഭൂരഹിത തൊഴിലാളികൾക്കും തൊഴിലില്ലാത്തവർക്കും ലാഭകരമായ അധിക വരുമാന മാർഗമായ ഒരേ ഒരു ബിസിനസ് ക്ഷീര വ്യവസായമാണെന്ന് മന്ത്രി നന്ദ് ബാബ പറഞ്ഞു. പാൽ മിഷന്റെ കീഴിൽ 203 കോടി രൂപ വകയിരുത്തിയതായും പറഞ്ഞു. പാൽ യൂണിയനുകളെ ശക്തിപ്പെടുത്തുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി ഏകദേശം 107 കോടി രൂപയുടെ വകയിരുത്തൽ ഈ പദ്ധതി പ്രകാരം മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.